എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഫ്യുജിക്കാഗയും ഗാറയും അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഫൈക്ക് ആകാശ് ഗാറ ഇപ്പോ അവന്റെ പപ്പയോട് പറയും, എനിക്ക് ആ മോൺസ്റ്ററിനെ നഷ്ടപ്പെട്ടു. ഷുക്കാഗുവെ എന്റെ ബോഡിയിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് എന്നെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഗ്രാൻഡ് നിച്ചിയും എന്റെ ഫ്രണ്ട്സും അവരും ചേർന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കേട്ട് ഗാറയുടെ പപ്പ ഷോക്കാവും. നിനക്ക് ഫ്രണ്ട്സോ? ഇതുവരെ നിനക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അതിന് ഗാറ ചിരിക്കും. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കും. അവന്റെ ബോഡിയിൽ നിന്ന് ആ ഒരു മോൺസ്റ്ററിനെ അബ്സ്ട്രാക്ട് ചെയ്തെടുത്തത്, അതിനുശേഷം ഗ്രാനിച്ചിയും കുട്ടപ്പനൊക്കെ ചേർന്ന് അവനെ തിരികെ ജീവിതത്തിലേക്ക് പിടിച്ചത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവനിങ്ങനെ ആലോചിക്കും. കട്ട് ചെയ്ത അവന്റെ പപ്പ, നിനക്ക് ഫ്രണ്ട്സോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് മിസുകാക ചോദിക്കും, നിന്റെ മകന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിന് ഇത്രമാത്രം അത്ഭുതപ്പെടാനുണ്ടോ? അത് കേട്ട് ഗാരയുടെ പപ്പ ഒന്നും മിണ്ടില്ല. അതിന് ഗാറ പറയും, എന്റെ പപ്പ എന്നെ 6 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുടെ ഹേറ്റ്രഡ് ഉപയോഗിച്ച് എന്നെ ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്റെ ബോഡി മുഴുവൻ, എന്റെ മനസ്സ് മുഴുവൻ വെറുപ്പും പകയും മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സില് വെറുപ്പിന്റെ ഒരു കണിക പോലുമില്ല. മാത്രമല്ല, ഞാനിപ്പോ സാൻഡ് വില്ലേജിന്റെ കസികാഗയാണ്. എനിക്കിപ്പോ എന്റെ ജനങ്ങളുടെ ജീവൻ അത് സംരക്ഷിക്കണം. അത് മാത്രമല്ല, ഞാനാണ് ഈ അലൈൻഡ് ഷിനോബി ഫോഴ്സിന്റെ കമാൻഡർ പോലും. അതൊക്കെ കേട്ട് ഗാരയുടെ പപ്പ ആളിപ്പോ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. മിസികാക പറയും, ഞങ്ങളെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. ആദ്യം ഈ മമ്മി ലുക്കിലുള്ളവനെ വേണം നിങ്ങൾ കൊല്ലാനായിട്ട്. റേക്കാക പറയും, എനിക്ക് ഗാറയെ കണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ചെറിയ പ്രായത്തില് ഒരു നാടിന്റെ നേതാവായി ഇവൻ മാറി. മാത്രമല്ല, ഇപ്പൊ ഈ അലൈൻഡ് ഷിനോബി ഫോഴ്സിന്റെ കമാൻഡർ പോലും ഇവനായി മാറി എന്ന് പറഞ്ഞ ഇവനാള് ചില്ലറക്കാരനല്ല എന്നാണ് അർത്ഥം. അത് കേട്ട് ഇപ്പൊ ഗാരയുടെ പപ്പ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഗാറ ജനിച്ചപ്പോ അവന്റെ ബോഡി വെയിറ്റ് വളരെ കുറവായിരുന്നു. ഗ്രാൻനിച്ചി ഗാരയുടെ പപ്പയോട് പറയും, തീർച്ചയായിട്ടും ഇവന് നല്ല കെയർ ആവശ്യമാണ്. ഇവന്റെ ഓരോ വളർച്ചയിലും കറക്റ്റ് ആയിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും കൊടുത്തു വേണം ഇവനെ വളർത്തിക്കൊണ്ടുവരാൻ. ഗാരയുടെ അമ്മ പറയും, എന്റെ മോനെ എന്റെ കയ്യിലേക്ക് തായോ. ഉടനെ ഗ്രാൻനിച്ചി ഇപ്പൊ ഗാറയെ അവന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഇപ്പൊ ഗാറയുടെ അമ്മയുടെ ഹാർട്ട് ബീറ്റ് അത് കുറഞ്ഞു കുറഞ്ഞ് അവിടെ മരിച്ചു പോവാണ്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഗാറ അവനൊരു കുട്ടി ഗാറയായി വളർന്നു വന്നിരിക്കുകയാണ്. പക്ഷേ അവൻ ചെറുപ്പത്തിൽ തന്നെ അവന്റെ ഫ്രണ്ട്സിനെയും ചുറ്റുമുള്ളവരെയും ഒക്കെ കൊല്ലാനായിട്ട് ആരംഭിച്ചു. ഗാറയുടെ പപ്പയോട് ഗാറയെ കൊല്ലാനായി എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒഫീഷ്യൽസ് അവരെല്ലാവരും ചേർന്ന് വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഷിക്കാഗോയെ നമ്മുടെ ഗ്രാമത്തിന് ഒരു ഡിഫൻസായി എനിക്ക് കാണാൻ കഴിയില്ല. കാരണം ഷിക്കാഗോ അവനിപ്പോ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയൽ രാജ്യങ്ങളുമായിട്ട് പോലും നമ്മൾ ശത്രുതയിലാവും. അതുകൊണ്ട് ഇനി മുതൽ റേക്കാഗയുടെ ഗോൾഡൻ സാൻഡ് പവർ അതായിരിക്കും ഇനി മുതൽ നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് പവർ. സോ എത്രയും പെട്ടെന്ന് ഗാറയെ കൊല്ലണം. അത് കേട്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. ഗാറയുടെ പപ്പ ഗാറയുടെ അമ്മയുടെ അനിയൻ ആളുമായിട്ട് കാര്യമായി സംസാരിക്കുകയാണ്. പപ്പ പറയും, ഞാനാണ് ഈ ഗ്രാമത്തിലെ കസികാകെ. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ ഗ്രാമത്തിനോടുണ്ട്. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഷുക്കാഗുയെ അവന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുറപ്പായിട്ടും നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മയെക്കുറിച്ച് വളരെ ബാഡായിട്ട് നീ സംസാരിക്കണം. കാരണം ഗാറയ്ക്ക് അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ അവന്റെ വെറുപ്പിലൂടെ ഷിക്കാഗോയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഗാറയെ കാണിക്കും. അവൻ ശോകമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഗാറ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പൊ ഒരുപാട് കത്തികള് അവന് നേർക്ക് വരും. ഗാറയുടെ സാൻഡ് അത് കറക്റ്റായിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യും. അതിനുശേഷം ഗാറയെ കൊല്ലാൻ വന്ന ആളെ അവൻ തല്ലി തല്ലി കൊല്ലുകയാണ്. ഏറ്റവും അവസാനം ആ മുഖംമൂടി ഗാറ വലിച്ചു കീറും. ഗാറയെ കൊല്ലാൻ വന്ന ആളെ കണ്ട് ഇപ്പൊ ഗാറ ഫ്രീസായി പോവും. കാരണം ഗാറ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന യസമാരുമാണ് ഇപ്പൊ അവനെ കൊല്ലാൻ ശ്രമിച്ചത്. യസമാരു പറയും, ഇതെനിക്ക് നിന്റെ പപ്പ തന്ന ജോലിയാണ്. നിന്നെ കൊല്ലാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് ആളവിടെ മരിച്ചു പോവാണ്. ഒരുപാട് വേദനയില് അദ്ദേഹം കരയാണ്. ആള് പറയും, നീ ജനിച്ചപ്പോ തന്നെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഷുക്കാഗുയെ നിന്റെ ബോഡിയിൽ ആഡ് ചെയ്തു. അത് ആക്ച്വലി ഗ്രാമത്തിന്റെ ഡിഫൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു ഷുക്കാഗു അത് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന്
ഗ്രാമത്തിലുള്ളവരെ ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ്. അതുകൊണ്ടാണ് നിന്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഗാറ പൊട്ടിക്കരയും. ഗാറ ചോദിക്കും, ഇതല്ലാതെ മറ്റൊരു പോംവഴിയും അതിനില്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. നീ ആക്ച്വലി എന്റെ സഹോദരിയുടെ ലെഗസിയാണ്. പക്ഷേ എന്റെ സഹോദരിയുടെ ജീവൻ അതെനിക്ക് നഷ്ടമായത് നീ വന്നപ്പോഴാണ്. ഒരുപാട് തവണ ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ ഓരോ തവണ നിന്നെ സ്നേഹിക്കുമ്പോഴും എന്റെ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പ് അത് കൂടുമായിരുന്നു. ആക്ച്വലി നീ ഒരു ഡീമണാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു പേര് പോലും എന്റെ സഹോദരി വെച്ചത്. നിന്റെ അമ്മ ഒരിക്കൽ പോലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ആ പേര് വെച്ചത്. നിന്റെ അമ്മയടക്കം ഞങ്ങൾ എല്ലാവരും നിന്റെ മരണത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷെ ഓരോ തവണയും നീ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അത് കേട്ട് ഗാറ അവന് കലിയിളകും. അവന്റെ ബോഡിയിലെ ആ ഷിക്കാഗോ മോൺസ്റ്റർ അതിപ്പോ പുറത്തേക്ക് വരാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഗാറയുടെ പപ്പ. അവൻ ഗാറയോട് ചോദിക്കും, നിന്നെ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ തടയേ. അതിനുള്ള പവറും ധൈര്യവും ഇപ്പൊ നിനക്കുണ്ടോ? അപ്പൊ അതേസമയം ഇപ്പൊ ബാക്കിയുള്ള കാകാസ് അവര് പറയും, ഞങ്ങൾക്കാർക്കും നിങ്ങൾ ആരെ അറ്റാക്ക് ചെയ്യണമെന്ന് ഒരാഗ്രഹവും ഇല്ല. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആൾക്കാരാണ്. ഞങ്ങളെ മറ്റാരൊക്കെയോ ചേർന്ന് ഇപ്പൊ കൺട്രോൾ ചെയ്യാണ്. സോ ഞങ്ങളുടെ കൺട്രോൾ പോയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും മുൻപേ നിങ്ങൾ ഞങ്ങളെ ലോക്ക് ചെയ്തേ തീരൂ. ഇവിടെ ആക്ച്വലി ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നത്. അതിന് ഫുജിക്കാക പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കും. ഈ ഒരു അലൈൻഡ് ഷിനോബി ഫോഴ്സ് അത് വെറുതെ അല്ലെന്ന് ഉറപ്പായിട്ടും വില്ലന്മാർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. മാത്രമല്ല ഞങ്ങളുടെ വീക്ക് പോയിന്റ് അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. റെയ്ക്കാക പറയും, ഞങ്ങളെ സീൽ ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. പക്ഷേ നിങ്ങളിപ്പോ ഇത് ചെയ്തേ പറ്റൂ. ഉടനെ ഗാറ അവൻ വീണ്ടും അവന്റെ സാൻഡ് പവർ ഉപയോഗിക്കും. ഗാറയുടെ പപ്പ ഇപ്പൊ ഗാറയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഗോൾഡൻ സാൻഡ് അത് ഉപയോഗിക്കും. അങ്ങനെ രണ്ട് സാൻഡുകളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. വേറെ ഒരു വഴിയുമില്ലാതെ ഗാറ അവനവന്റെ സാൻഡ് അത് അടിയിലൂടെ കൊണ്ടുവന്ന് ഗാറയുടെ പപ്പയെ പിടിച്ചു വലിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല വീണ്ടും കുറെ സാൻഡ് എടുത്ത് ബാക്കിയുള്ള കാകാസിന് മേലേക്കും ഇപ്പൊ വലിച്ചെറിയും. പക്ഷെ അത് ഗാറയുടെ പപ്പ കറക്റ്റായിട്ട് പ്രിവെന്റ് ചെയ്യും. പക്ഷെ ഗാറയാണെങ്കിൽ ഗാറയുടെ പപ്പയെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അടുത്ത സെക്കൻഡിൽ ഗാറ അവനിപ്പോ എല്ലാ കാകാസിനെയും ലോക്ക് ചെയ്യും. ഗാറയുടെ പപ്പ വീണ്ടും ഗോൾഡ് സാൻഡ് എടുത്ത് ഗാറയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഗാറ അവന്റെ സാൻഡ് വെച്ച് ഇപ്പൊ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിൽ വന്ന് ഇടിച്ച് ഗോൾഡ് സാൻഡിന് ഇപ്പൊ ഗാറയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗാറയുടെ പവർ കണ്ട് ഗാറയുടെ പപ്പ ആളങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ആള് പറയും, നീ ശരിക്കും ഒരുപാട് വളർന്നു. നിന്റെ അമ്മയുടെയും എന്റെയും അഭിമാനാണ് നീ. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയായിരുന്നു. അത് കേട്ട് ഗാറ അവൻ ഷോക്കാവും. ഗാറ ചോദിക്കും, അമ്മയ്ക്ക് ശരിക്കും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? അതിനവന്റെ പപ്പ പറയും, അതെ, നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയായിരുന്നു. ഈ ഒരു സാൻഡ് പവർ അത് ആക്ച്വലി എന്റേതല്ല, നിന്റെ അമ്മയുടേതാണ്. അതുകൊണ്ടാണ് മോൺസ്റ്റർ നിന്റെ ബോഡിയിൽ നിന്ന് പോയിട്ടും ഈ ഒരു സാൻഡ് പവർ അത് നിന്നെ വിട്ടുപോവാതെ ഒരാപത്ത് പോലും നിനക്ക് വരുത്താതെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല യാഷുമാരു അവനും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് യാഷുമാരു അവൻ നിന്നെ വെറുക്കുന്നതെന്നും നിന്റെ അമ്മ പോലും നീ മരിക്കാനാണ് ആഗ്രഹിച്ചതെന്നും അവനൊരു കള്ളം പറഞ്ഞത്. നിന്റെ ഉള്ളിലെ ആ ഷിക്കാഗോ മോൺസ്റ്ററിനെ അതിനെ പുറത്തെടുക്കാനായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തത്. നിരപരാധികളായ എന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാനത് മുഴുവൻ ചെയ്തു കൂട്ടിയത്. പപ്പ പറയും, നിന്നെ ഞാൻ ഒരുപാട് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും നിന്റെ അമ്മയാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്. മാത്രമല്ല യഥാർത്ഥ ഗാറയെ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അന്നേ ഞാൻ നിന്നെ തിരിച്ചറിയായിരുന്നെങ്കിൽ ഒരിക്കലും ആർക്കും ഈ ഒരു ഗതി വരില്ലായിരുന്നു. കട്ട് ചെയ്താ ഇപ്പൊ ഗാറ അവൻ കരയാണ്. അവന്റെ ഓരോ കണ്ണുനീരും ആ സാൻഡിലേക്ക് വീഴും. ഗാറയ്ക്ക് മനസ്സിലാവും എപ്പോഴും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സാൻഡിലൂടെ അവന്റെ അമ്മ തന്നെയാണ്. അപ്പൊ വീണ്ടും ഇപ്പൊ ഗാറയുടെ പപ്പ പറയും, നിന്നെ ഒരു കസുകാകെ ആക്കിയത്, നിനക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സിനെ തന്നത് അതെല്ലാം തന്നെ നിന്റെ അമ്മയാണ്. ഞാൻ ആക്ച്വലി ഒരു നല്ല അച്ഛനായിരുന്നില്ല.
നിന്നെ തിരിച്ചറിയാനാവാത്ത ഒരു നിർഭാഗ്യവാനായ അച്ഛനാണ് ഞാൻ. അതിന് ഗാറ പറയും, ഇത്രയും സ്നേഹമുള്ള ഒരമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. അതിനു പകരമായിട്ട് ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ ദൈവം തിരികെ തന്നു. അത് കേട്ട് സന്തോഷായിട്ട് ഇപ്പോ ഗാരയുടെ പപ്പ ആളാളെ തന്നെ സീൽ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.